നമസ്കാരം. ലക്കി ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ കെ മുരളീധരൻ നായർ അതിഥിയായുണ്ട്. നിങ്ങളുടെ വാസ്തുശാസ്ത്രപരമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയാണ് വാസ്തു ആചാര്യനും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ അദ്ദേഹം നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് 2-3 ആളുകൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ആദ്യം മറുപടി പറയാൻ പോകുന്നത്. അതിലൊന്ന് പത്തനംതിട്ടയിൽ ആൻ്റണി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യം തന്നെയാണ് വർക്കലയിൽ നിന്ന് ഒരു രാജേശ്വരി ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിലാണ്. രാജേശ്വരി നമ്മുടെ സ്ഥിരം ഈ ലൈക്കൽ ലൈവിൻ്റെ ഈ പൂമുഖത്തിൻ്റെ വാസ്തുപരമായിട്ടുള്ള സ്ഥിരം കാര്യങ്ങൾ അത് വീക്ഷിക്കുകയും അതിന് കൃത്യമായിട്ട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി ചിലപ്പോൾ ഇനി അവർ ഇതൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ചോദിക്കുന്നതല്ല. എന്തായാലും നല്ല കാര്യം, രാജേശ്വരി നല്ല കാര്യം, കൃത്യമായ സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള കാര്യമൊന്നും അദ്ദേഹം ആൻ്റണി ചോദിച്ചിട്ടുള്ളത്, വീട് വയ്ക്കുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം നോക്കും, എല്ലാ കാര്യത്തിനും വാസ്തുപരമായിട്ട് നോക്കും. പക്ഷേ നമ്മൾ ടാങ്ക് വയ്ക്കുന്ന, അതായത് വാട്ടർ ടാങ്ക് മുകളിൽ വയ്ക്കുന്നതിന് കൃത്യമായിട്ടൊരു സ്ഥലമൊന്നും നോക്കാറില്ല. ചിലപ്പോൾ പ്ലംബർ വന്നിട്ട് ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ ചിമ്മിനിക്ക് മുകളിലായിട്ട്, അപ്പം അറിയാമല്ലോ, ചിമ്മിനിക്ക് അടുക്കളയിലെ ഭാഗം വരുന്നത് നമുക്ക് വടക്ക് കിഴക്ക് വരുന്ന ഭാഗം, അല്ലെങ്കിൽ തെക്ക് കിഴക്ക് വരുന്ന ഭാഗം, അഗ്നികോണും ഈശാനകോണിലും വരുന്ന ഭാഗത്തിന് മേളിലായിട്ട് ഈ വാട്ടർ ടാങ്ക് വെക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, ഇതിന് കൃത്യമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു സ്ഥാനം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അമിതമായ വെയിറ്റുള്ള ടാങ്ക്, അതായത് 2000 ലിറ്ററിന് ഉയരോട്ടൊക്കെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെത് സ്ഥാപിക്കണമെങ്കിൽ വെയിറ്റ് എന്നുള്ള ഒരു കണക്ക് പ്രകാരം ഒരു വീടിനെ സംബന്ധിച്ച് തെക്ക് ഭാഗത്തേ വരാൻ പാടുള്ളൂ. മനസ്സിലാക്കണം. അതായത് 2000 ലിറ്ററിന് ഉയരോട്ടുള്ള അത്രത്തിനും വെയിറ്റുള്ള ടാങ്ക് വയ്ക്കുകയാണെങ്കിൽ വീടിൻ്റെ തെക്ക് ഭാഗത്തോണം വയ്ക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ ജലരാശിയുടെ കണക്കല്ല വരുന്നത്, വെയിറ്റ് ഉള്ളത്, അത് തെക്ക് ഭാഗത്ത് നമുക്ക് വയ്ക്കാം. എന്നാൽ സാധാരണ ഒരു 1000-1500 ലിറ്റർ ഉള്ളതൊക്കെ ഉള്ള ടാങ്കുകളാണെങ്കിൽ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വയ്ക്കാം, അല്ലാതെ തെക്ക് ഭാഗത്ത് അത് വയ്ക്കരുത്. ഇതാണ് എൻ്റെ ഇത്രയേ ഉള്ളൂ. പിന്നെ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് കൊണ്ട് ടാങ്ക് വയ്ക്കരുത്. അത് വെയിറ്റുള്ള നിർമ്മാണം വയ്ക്കാൻ പാടില്ല എന്നാണ്. അതായത് വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ തലവരുന്ന ഭാഗത്തിന് കണക്കാണ്. അത് വേഴമണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് വടക്ക് കിഴക്കേ മൂലഭാഗത്ത് നമുക്ക് ഒരിക്കലും തന്നെ സെപ്റ്റി ടാങ്ക് വെയിറ്റുള്ള നിർമ്മാണമായിട്ട് അവിടെ വേണം. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വയ്ക്കാൻ തടസ്സമില്ല. വടക്ക് പടിഞ്ഞാറ് വയ്ക്കാം, കിഴക്കിൻ്റെ മധ്യഭാഗത്ത് വയ്ക്കാം, തടസ്സമൊന്നുമില്ല. എന്നാൽ തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണിൽ വയ്ക്കരുത്. തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നി വമിക്കുന്ന ഭാഗം അഗ്നികോണെന്നാണ് അതിൻ്റെ പ്രത്യേകത. ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്. അവിടെ എന്തായിരുന്നാലും ടാങ്ക് കൊടുക്കരുത്. അത് വെള്ളവും അഗ്നിയായിട്ടുള്ള അറിയാമല്ലോ, പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് അത് പാടില്ല, അല്ലാത്ത ഭാഗത്ത് കൊടുക്കുക. ചില ആൾക്കാർ ഈ അടിയിൽ ചുമരുണ്ടെങ്കിൽ മാത്രമേ വെയിറ്റ് പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ സൈഡ് കുറച്ചുകൂടി മാറ്റിയൊക്കെ കൊടുക്കാറുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ടെറസിൻ്റെ ഉയരത്തിൽ തന്നെ കൊടുക്കാറുണ്ട്. അങ്ങനെ തടസ്സമൊന്നുമില്ല. പിന്നെ ഇത് പല ഭാഗത്തും ഇപ്പോൾ കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ വരുമ്പോൾ താഴെ ഒരു വലിയ ടാങ്ക് കുഴിച്ചിട്ട് കെട്ടുകയൊക്കെ ചെയ്യും. അത് നമുക്ക് കഴിയുന്നത് കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ തന്നെ ചെയ്യണം. അത് ഒരിക്കലും തന്നെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഒന്നും ചെയ്യുന്നത് വെള്ളം ശേഖരിക്കേണ്ട, ഗ്രൗണ്ട് ലെവലിൽ ശേഖരിക്കേണ്ടത് ടാങ്ക് എടുക്കരുതെന്നർത്ഥം. അത് ഏറ്റവും നല്ലത് നമ്മൾ കിണറിൻ്റെ സ്ഥാനം കാണും പോലെയാണ്. അത് വെള്ളം കെട്ടി നിർത്തുകയില്ലേ, ഐശ്വര്യമാണ് വെള്ളം നിൽക്കുന്ന ഭാഗം എന്ന് പറയും. അതങ്ങനെ തന്നെ വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ ഇത് നമുക്ക് തീരും. ഇപ്പോൾ സാറ് കിണറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യം എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. അതായത് കിണറിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നമ്മൾ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ചോദിച്ചിട്ടുള്ളത് ഈ കാർ പോർച്ചിൽ കിണർ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ കാർ പോർച്ചിൽ നമ്മൾ നേരത്തെ ഈ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ പലതവണ ചോദിച്ചിട്ടുണ്ട്, മറുപടി തന്നിട്ടുണ്ട്. പക്ഷേ അത്തരം ചോദ്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. കാരണം ഞാൻ പറയുന്ന പോലെ പ്രധാനമായിട്ടും പല ആളുകൾ ഡയറക്ഷൻ പറയുമ്പോഴാണ് വീണ്ടും നമുക്ക് തന്നെ ടെൻഷൻ വരുന്നത്, ഈ വീട് വെക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യമാണ്, കാർ പോർച്ചിൽ കിണർ വെച്ചിട്ടുണ്ട് പക്ഷേ കിണർ മൂടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാർ പോർച്ചിൽ കിണറാവാമോ? അതോടൊപ്പം തന്നെ അതിന് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം കാർ പോർച്ചിൽ വെച്ചിരിക്കുകയാണ്, അതും പക്ഷേ ലീക്കോ അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ഇതൊന്നും എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ വളരെ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാടുണ്ടോ എന്നുള്ളതാണ്. ഇത് നമുക്ക് കൂടുതലും 3 സെൻറ്റ് 2.5 സെൻറ്റ്
4 സെൻറ്റ് ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്ത് വീട് വെച്ച് പരമാവധി, അതായത് മാക്സിമം സ്ക്വയർ ഫീറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വീട് വെച്ച് വിൽക്കുന്ന സമ്പ്രദായമാണ് ഇന്നിവിടെ കേരളത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഇവർ വീടെല്ലാം വെച്ച് കഴിയുമ്പോൾ തന്നെ സെപ്റ്റിക് ടാങ്കിന് കൊടുക്കുക, സ്ഥലമില്ലാത്ത വരുമ്പോഴാണ് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് കാർ പോർച്ച് ചെയ്തിരിക്കും, അതിനകത്ത് കൊടുക്കുന്നത്. അത് സർവനാശം ഫലം. അത് വീടിനകമാണ് സെപ്റ്റിക് ടാങ്ക്. എന്നും ദുരിതമായിരിക്കും, എന്നും പ്രശ്നമായിരിക്കും, എന്നും അസുഖങ്ങളായിരിക്കും. ഒരിക്കലും പാടില്ല. എന്നാൽ നമുക്ക് മറ്റുള്ള ഭാഗത്ത് കാർ പോർച്ച്, നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ വീടിനോട് ചേർന്നില്ല, പുറത്തേക്ക് ഒരു കാർ പോർച്ച് എടുക്കുകയാണ്. അതിനകത്ത് നമുക്ക് ആ സ്ഥലം പരിമാണയുടെ ഒരു കിണർ വരെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് സ്ലാബിട്ടോ മറ്റിലിട്ട് എങ്ങനെ ഇട്ടോ വെച്ചിട്ടുന്ന വണ്ടി കൊണ്ടിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല. അതുമാണ് ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വീടിനുള്ളിലേക്ക് സെപ്റ്റിക് ടാങ്ക് അല്ല, അത് വലിയ ദോഷമുണ്ടാകും. അതുപോലെ കാർ പോർച്ചിൽ കിണറിൻ്റെ കാര്യം, കിണർ മൂടിയിടുന്നതിൽ കാർ പോർച്ചിനകത്ത് ഈ തെക്കിഴക്കേ മൂലഭാഗം പറ്റില്ല. അത് അഗ്നികൊണ്ടല്ലേ, അഗ്നികൊണ്ടിൽ വെള്ളം നിർത്താൻ പറ്റില്ല. ഞാൻ അതാ പറഞ്ഞു, വടക്കിഴക്കേ മൂലഭാഗത്താണെങ്കിൽ ആവാം. വടക്കിഴക്കേ മൂലഭാഗത്ത് ഇപ്പോൾ സ്ഥലമൊന്നുമില്ല, തിരില്ല, ഒരു ആ പ്ലാനിൽ അതങ്ങനെയാണ് വരുന്നത്, അവിടെ തടസ്സമില്ല ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള മറ്റൊരു കാര്യം വരുന്നത് ഈ സെപ്റ്റിക് ടാങ്ക് അടുക്കളയുടെ വാതിൽ നിന്ന് ഇറങ്ങണ ഭാഗത്ത് കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അത് പിന്നെ ഉദാഹരണം പടിഞ്ഞാറ് ദർശനമായിട്ട് നിൽക്കുന്നൊരു വീടാണ്. പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് കൊടുക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട വാതിലിൽ നേരെ കൊടുക്കരുത്. നമ്മളിപ്പോൾ നടന്നു പോയ നേരെ അവിടെ തന്നെ നൽകും. നേരെ വാതിന് നേരെ വരാതെ ലെഫ്റ്റോ റൈറ്റോ വരുന്നതിന് തടസ്സമില്ല. അതേ രീതി തന്നെയാണ് വീടിൻ്റെ എവിടെയും നമ്മൾ പ്രധാനപ്പെട്ട വാതിൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ നടയിൽ സെപ്റ്റിക് ടാങ്ക് അല്ല. അല്പം ഇപ്പോൾ പുറമേ നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ മാത്രമേ ചിലപ്പോൾ 1.10, 1.20, 1.30 വരുള്ളൂ. മറ്റേയൊക്കെ സാധനം 90 സെൻറ്റിമീറ്ററിലേ വരുള്ളൂ. അപ്പോൾ അതിനാ 90 സെൻറ്റിമീറ്റർ സ്വല്പം മാറ്റി നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ ഇത് വരുന്നതിന് തടസ്സമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെയും അതുപോലെ തന്നെ കിണറിൻ്റെയും കാര്യത്തിലുള്ള സംശയമൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ എപ്പിസോഡ് കൃത്യമായിട്ട് കാണുക. നമ്മൾ ഈ കമൻറ്റ് ചെയ്ത ആളുകൾ കൃത്യമായിട്ട് ഈ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ വീണ്ടും മറ്റ് നിങ്ങളുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള സംശയങ്ങളുമായി മറ്റ് എപ്പിസോഡിൽ കാണാം. നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കയറി കൃത്യമായി കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ കമൻറ്റ് ബോക്സിനകത്ത് നമ്മുടെ ഈ എപ്പിസോഡ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആധികാരികമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സജഷൻസൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.